ഹായ് ഓൾ, ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന സെമിനാറിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ വേഴ്സസ് ന്യൂക്ലിയർ ഫ്യൂഷൻ, അൺലോക്കിംഗ് ആറ്റോമിക് പവർ. ഇൻ ദിസ് സെമിനാർ, ഐ എം ഗോയിങ് ടു എക്സ്പ്ലോർ the two powerful forces that harness the energy stored within the theorem's core. What is nuclear fission? It is the splitting of atom. Definition നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ ഈസ് ദ പ്രോസസ് വെർ ദ ന്യൂക്ലിയസ് ഓഫ് എ ഹെവി ആറ്റം ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ടു ഓർ മോർ സ്മോളർ ന്യൂക്ലിയൈ റിലീസിങ് എ മാസീവ് എമൗണ്ട് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ഗാമ റേഡിയേഷൻ. അതായത് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ന്യൂക്ലിയസ് ഓഫ് ഹെവി ആറ്റം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് രണ്ടോ അതിൽ കൂടുതലോ സ്മോളർ ന്യൂക്ലിയൈ ആയി മാറുന്നതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് മാസീവ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യപ്പെടും. അത് ഹീറ്റിൻ്റെയും ഗാമ റേഡിയേഷൻ്റെയും രൂപത്തിലായിരിക്കും റിലീസ് ചെയ്യപ്പെടുന്നത്. ഇതിന് ഹെവി ന്യൂക്ലിയസ് റിക്വയർഡ് ആയിട്ടുണ്ട്. ടിപ്പിക്കലി യൂസസ് ഐസോടോപ്സ് ലൈക്ക് യുറേനിയം ഓർ പ്ലൂട്ടോണിയം. And this reaction is triggered by neutrons. The nucleus is struck by a neutron, making it unstoppable and causing it to split. And this is known as chain reaction. ചെയിൻ റിയാക്ഷന് കാരണമാവുന്നത് ഈ ന്യൂട്രോൺസ് ആണ്. ഇവിടെ ന്യൂക്ലിയർ ഫിഷൻ്റെ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ന്യൂട്രോൺസ് വന്ന ഒരു ടാർഗറ്റ് ന്യൂക്ലിയസിനെ ബൊമ്പാർഡ് ചെയ്യും. അപ്പോൾ ഒരു ഫ്യൂഷൻ പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ ന്യൂട്രോണും റിലീസ് ചെയ്യപ്പെടും. ഈ റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂട്രോണാണ് ചെയിൻ റിയാക്ഷൻ്റെ കാരണം. The fission process, chain reactions and energy release. The neutrons released during fission can trigger subsequent fission events, leading to a self-sustaining chain reaction. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിഷൻ്റെ സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂട്രോൺസ് ആണ് ചെയിൻ റിയാക്ഷൻ്റെ കാരണം. ഫസ്റ്റ് ന്യൂട്രോൺ ഇമ്പാക്റ്റ്. അതായത് എ ന്യൂട്രോൺ സ്ട്രൈക്സ് എ ഫിസൈൽ ന്യൂക്ലിയസ്, അതായത് യുറേനിയം. ദെൻ ഫിഷൻ ഒക്കേഴ്സ്. എ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ഇൻ ടു ലൈറ്റർ ന്യൂക്ലിയൈ റിലീസിങ് ഹീറ്റ് എനർജി. Then more neutrons are released. 2 or 3 new neutrons are ejected at a high speed. And this released neutrons goes to sustained chain reaction. These neutrons strike other nuclei, continuing the reaction. Then ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. In nuclear reactors, this chain reaction must be carefully controlled using moderator materials and control rods. അതായത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഈ ചെയിൻ റിയാക്ഷൻ കൺട്രോൾഡ് റിയാക്ഷൻ ആയിരിക്കണം. അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് ആറ്റോമിക് ബോംബിലാണ്. ആറ്റോമിക് ബോംബുകളിലും ന്യൂക്ലിയർ ബോംബുകളിലൊക്കെയാണ്. പക്ഷെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നടക്കുന്നത് കൺട്രോൾഡ് ചെയിൻ റിയാക്ഷനാണ്. And the next one is application of nuclear fission, power plants and beyond. First one is commercial electricity generation. It is the primary application of nuclear fission, using the immense heat to generate steam and drive turbine. And the next one is naval propulsion, powering aircraft carriers and submarines with compact long-lasting energy sources. അതായത് എനർജി സോഴ്സസ് ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് ഈസ് മെഡിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഐസോടോപ്സ്, പ്രൊഡ്യൂസിങ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഫോർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ഇമേജിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രഫി. അതായത് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഇത് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ രോഗനിർണയത്തിനും ന്യൂക്ലിയർ ഫിഷൻ ഹെൽപ്ഫുള്ളാണ്. And these are the 3 applications of nuclear fission. And the next is challenges of nuclear fission, waste and safety concerns. First one is long-term radioactive waste. Spent nuclear fuel remains radioactive for thousands of years, requiring complex, secure and permanent storage solutions. അതായത് സ്പെൻഡ് ഫ്യൂവൽസ് ഇത് റേഡിയോ ആക്റ്റീവായിട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയർസ് എ കോംപ്ലെക്സ് ആൻഡ് സെക്യൂർ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സൊല്യൂഷൻ.
And the next is safety and accidents. Although rare, accidents can have catastrophic environmental and human consequences, demanding rigorous safety protocols. റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി പ്രോട്ടോക്കോളിന് ആവശ്യമുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് proliferation risk. The materials used in fission, അതായത് യുറേനിയം ആൻഡ് പ്ലൂട്ടോണിയം can potentially be diverted for use in nuclear weapons. അതായത് ഇത് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇതാണ് ചാലഞ്ചസ് ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് നോക്കി. ഇനി അടുത്തത് വാട്ട് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ഇറ്റ് ഈസ് ദ കമ്പൈനിങ് ഓഫ് ആറ്റം. ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ദ പ്രോസസ് that powers the sun and stars for the joining of two light atomic nuclei to form a heavier one, releasing energy. ലൈറ്റ് ന്യൂക്ലിയ ആണ് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ളത്. ടിപ്പിക്കലി യൂസ്ഡ് ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ അതായത് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും. മെർജർ ക്രിയേറ്റ്സ് ഹീലിയം. The two light nuclei combine to form a heavier nucleus. It's often helium plus a free neutron. In extreme conditions, requires immense heat, millions of degrees Celsius, and pressure to overcome electrical repulsion. Electrical repulsion ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മൻസ് ഹീറ്റ് റിക്വയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഫ്യൂഷൻ പ്രോസസ്, ഓവർകമ്മിങ് റിപ്പൾഷൻ, harnessing stars. For fusion to occur on Earth, fuel must be heated to a plasma state hotter than the sun's core and contained by powerful magnetic field. അതായത് for fusion to occur on Earth, ഈ ഫ്യൂവൽ പ്ലാസ്മ സ്റ്റേറ്റിനേക്കാളും ഹോട്ടറായിട്ട് ഹീറ്റ് ചെയ്യണം. അതായത് അതെന്ന് പറയുന്നത് സൺസിൻ്റെ കോറിനേക്കാളും ഹീറ്റുള്ളതായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഫ്യൂഷൻ നടക്കുകയും എനർജി ക്യാപ്ചർ ചെയ്യാനും പറ്റുക. And the next one is challenges of nuclear fusion. Achieving and sustaining control. The first one is plasma instability. Maintaining the extremely hot, highly energetic plasma long enough for a net energy gain remains the single biggest engineering handle. അതായത് പ്ലാസ്മ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഒരു വലിയ ചാലഞ്ചാണ്. അതേപോലെ തന്നെ മെറ്റീരിയൽസ് ആൻഡ് ലിമിറ്റ്. അവിടെ റിയാക്ഷൻ വാൾസ് മസ്റ്റ് ബി വിത്ത്സ്റ്റാൻഡ് ഹൈ എനർജി ന്യൂട്രോൺ ബോംബാർഡ്മെൻറ്റ്, നെസസേറ്റിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഹൈലി ഡ്യൂറബിൾ മെറ്റീരിയൽസ്. അതായത് ഈ റിയാക്ടറിൻ്റെ വാൾ എന്ന് പറയുന്നത് ഹൈ എനർജി ന്യൂട്രോൺ ബോംബാർഡ്മെൻറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് എ ലിമിറ്റ് ഇൻ മെറ്റീരിയൽ സയൻസ്. Next is tritium breeding. Tritium is a rare and radioactive, so reactors must include a breeding blanket system to generate tritium from lithium during operation. അതേപോലെ ഒരു ട്രിഷ്യം ബ്രീഡിങ് കൂടെ വേണം, കാരണം ട്രിഷ്യം is a rare and radioactive ആണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ട്രിഷ്യം ബ്രീഡിങ്ങും റിക്വയർ ചെയ്യുന്നുണ്ട്. The promise of fusion: clean, abundant energy. If successfully commercialized, fusion energy offers significant advantages over current energy sources. അതായത് സക്സസ്ഫുള്ളി കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ഫ്യൂഷൻ എനർജി നമ്മൾ ഓഫർ ചെയ്യുന്നത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സസ് ആയിരിക്കും. ഫസ്റ്റ് വൺ ഈസ് മിനിമൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ്. അതായത് ഫ്യൂഷൻ പ്രൊഡ്യൂസസ് നോ കാർബൺ എമിഷൻ ആൻഡ് ഇറ്റ്സ് പ്രൈമറി ബൈ പ്രൊഡക്റ്റ് ഹീലിയം ഈസ് ഹാംലെസ് ആൻഡ് നോൺ റേഡിയോ ആക്റ്റീവ്. അതായത്
ഫ്യൂഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഫ്യൂഷൻ പ്രൊഡ്യൂസസ് നോ കാർബൺ എമിഷൻ ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ അതിൻ്റെ പ്രൈമറി ബൈ പ്രൊഡക്റ്റായ ഹീലിയം ഈസ് ഹാംലെസ് ആൻഡ് ഇറ്റ് ഈസ് നോൺ റേഡിയോ ആക്റ്റീവ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഫ്യൂവൽ അബണ്ടൻസ്. Deuterium can be extracted from seawater, making the fuel source virtually inaccessible for millions of years. അതായത് ഡ്യൂട്ടീരിയം ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം സീ വാട്ടർ. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ അബണ്ടൻസ് ഉണ്ടാകുന്നതാണ്. ഇൻഹെറൻ്റ്ലി സേഫാണ്. എ റൺഅവേ റിയാക്ഷൻ ഈസ് ഇമ്പോസിബിൾ ഇഫ് കണ്ടെയ്ൻമെൻറ്റ് ഈസ് ലോസ്റ്റ്. ദ പ്ലാസ്മ ഇൻസ്റ്റൻ്റ്ലി കൂൾസ് ആൻഡ് ദ റിയാക്ഷൻ സ്റ്റോപ്സ്. അതായത് ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കാരണം ഫ്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്മ സ്റ്റേറ്റ് വരെ ഹീറ്റ് ചെയ്യപ്പെടണം. പക്ഷേ അതിനു മാത്രമുള്ള ഒരു ഇത് എർത്തിലില്ല. അതുകൊണ്ട് തന്നെ ദ റിയാക്ഷൻ വിൽ സ്റ്റോപ്പ്. ആൻഡ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ദ പ്രസൻറ്റേഷൻ. താങ്ക് യു.